എറണാകുളം പള്ളുരുത്തിയിൽ വയോധികരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട ജോണിയുടെ മകൻ ലൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജോണിയുടെ വാരിയെല്ലുകൾ പൊട്ടിയ നിലയിലാണ്. തലയിലും ഗുരുതര പരുക്കുണ്ട്. റാഫി കരീം വിശദാംശങ്ങളുമായി. റാഫി, നേരത്തെ തന്നെ ഇതിൽ ദുരൂഹതയുണ്ട് എന്ന വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ അത് കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചോ? മകൻ കുറ്റം സമ്മതിച്ചോ? അനുജ, തീർച്ചയായും ശനിയാഴ്ച രാവിലെയാണ് ജോണിയുടെ മരണം സംഭവിക്കുന്നത്. ഈ മരണവിവരം മകൻ തന്നെയാണ് പോലീസിനെയും ഒപ്പം തന്നെ പ്രദേശത്തെ നാട്ടുകാരെയും അറിയിച്ചത്. എന്നാൽ ജോണിയുടെ ശരീരത്തിൽ പരിക്കേറ്റ ചില പാടുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മകൻ തന്നെയാണ് ഈ ജോണിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ ജോണിയും ഒപ്പം തന്നെ ഈ മകനായ ലൈജുവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാത്രിയിൽ ഇവർ തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു, ബഹളവും ഉണ്ടായിരുന്നു. ഈ സമയത്ത് ജോണിയുടെ കരച്ചിൽ പ്രദേശത്തെ ആളുകൾ കേട്ടിരുന്നു. ഇതിനുശേഷമാണ് പുലർച്ചെ ജോണിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഇന്നലെ ജോണിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ തന്നെ ഈ ജോണി വാരിയൽ ഒടിഞ്ഞാണ് മരിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചുള്ള പ്രാഥമിക സൂചനകൾ പോലീസിന് ഈ ഡോക്ടർ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മകനിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതിയായ ലൈജു കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ഈ മകൻ നൽകിയിരിക്കുന്ന മൊഴി, ജോണിയെ വീട്ടിലുള്ള ഒരു കല്ലുപയോഗിച്ചാണ് മർദ്ദിച്ചത്. ഈ കല്ലുപയോഗിച്ചുള്ള മർദ്ദനത്തിലാണ് ജോണിയുടെ വാരിയല്ലുകൾ പൊട്ടിയത്, തലയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഈ മർദ്ദനത്തിലാണ് ജോണി മരിച്ചത് എന്നുള്ളതാണ് ഈ മകൻ നൽകിയിരിക്കുന്ന വിവരം. മരിച്ചതിന് അനുജ, എന്തിനാണെന്നുള്ള വിവരം പുറത്തു വരുന്നതേ ഉള്ളൂ. ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു, സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങളായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്നത്. ഈ വീടടക്കമുള്ള കാര്യങ്ങൾ ജോണിയുടെ പേരിലാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം പോലീസിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. ഇന്നലെയാണ് മകനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തിയതും മകൻ കുറ്റം സമ്മതിച്ചതും. പള്ളുരുത്തിയിൽ വയോധികരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അത് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മകൻ ലൈജു പോലീസ് കസ്റ്റഡിയിലാണ്. കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് മകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ.